സ്വർഗത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്യാം. एक सप्ताह की एक शुक्रवार प्रभु ने हमारे लिए प्रदान दिया, इसी कारण मैं मसीह को धन्यवाद देता हूँ. ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന ദാസന്മാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പീഡനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. परमेश्वर की महिमा की सेवकाई के लिए लावलिन रहे हुए कई परमेश्वर के दासों कई इलाकाओं में पीड़ित हो रहते हैं. ദുർഘട സമയങ്ങൾ അന്ത്യകാലത്ത് വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. मसीह ने एक चेतावनी दिया था, अंतिम समय में कई प्रकार की शोधना और वेदना कष्ट दुख भोगना पड़ता है. ബംഗാളിലെ ഒരു ഗ്രാമത്തിലെ കഴിഞ്ഞ ആഴ്ചയിലും നടന്നതായ ഒരു സംഭവം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. बंगाल में कई बीते सप्ताह में एक दुर्घटना हुई, इसके बारे में आपको चेतावनी देने के लिए मैं आग्रह करता हूँ. ഒരു വിശ്വാസ കുടുംബത്തിൽ ഒരു വ്യക്തി മരിച്ചു. एक विश्वास परिवार में एक व्यक्ति मृत्यु पाया. അവരുടെ മതപരമായിട്ടുള്ളതായ അല്ലെങ്കിൽ പാരമ്പര്യമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ ആചാരപ്രകാരം ആ ശരീരത്തെ അടക്കുവാൻ അവർ ശ്രമിച്ചു. और उसके ईसाई आराधना की रीति पर उनका मृत्यु की दफनाई के बारे में उन्होंने परिश्रम की. ആ വീട്ടുകാരെയും വിശ്വാസികളെയും ആട്ടി ഓടിച്ചതിന് ശേഷം അവർ ആ ശരീരത്തെ കൊണ്ടുപോയി നദീതീരത്തിൽ വെച്ച് കത്തിച്ചു കളഞ്ഞു. वो विश्वास में है, वो व्यक्ति की सहे सखियों को हटाकर वो लाश मृत्यु की शरीर नदी के किनारे में लगिया जला दिया है. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, एक संभव है नहीं है. അവനവന് വിശ്വസിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഉള്ളതായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. എങ്കിലും ഇന്ന് പലപ്പോഴും അതിലുപരിയായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്നു വരുന്നു. आजकल दिनों में हमारा शासन हमारे लिए है, लेकिन उसका विरोध में ये दुष्ट लोगों ने लड़ाई चल रहा है. പല ദേവദാസന്മാരെയും വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നു, അടിക്കുന്നു. बहुत परमेश्वर की दासों को पीड़ा देता है और मारपीट करते हैं. എന്നാൽ അവർ ഒരു ചവിട്ടത്ത് അടികൊള്ളുമ്പോൾ മറ്റേ ചുവടുകൂടി കാണിക്കുന്ന കാഴ്ചയത്ര ഈ നാളുകളിൽ നാം കണ്ടുവരുന്നത്. आजकल दिनों में हमारा चेहरे पर एक जगह मारते हैं, दूसरा जगह दिखाते हैं. ये आजकल दिनों में संभव है. ഗാന്ധിജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചതായ ഒന്നായിരുന്നു ബൈബിൾ. ये महात्मा जी गांधी जी उसका अपनाया हुआ ग्रहण किया हुआ एक अधिक से अधिक पुस्तक है यीशु मसीह की धर्मशास्त्र. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എതിർത്ത് നിൽക്കുന്നതിനുള്ളതായ ആയുധശേഷിയോ അല്ലെങ്കിൽ സൈന്യമോ ഒന്നും അന്ന് ഇന്ത്യക്കില്ലായിരുന്നു. इंडिया की अधिकारों में ब्रिटिश सम्राट के साथ रहने के लिए और युद्ध करने के लिए कुछ हथियार उनका हाथ में नहीं थे. അത് അഹിംസയുടെ മാർഗത്തിലൂടെ സഹനത്തിലൂടെ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തോട് എതിർത്ത് നിന്നു. और उनका अपने आप को सहनशीलता से ब्रिटिश प्रभुता करते हैं, उसके विरोध में लड़ने के लिए उन्होंने आग्रह की है. അദ്ദേഹം ഒരിക്കൽ ട്രെയിനിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെകിടിൽ അടിച്ചതായിട്ട് നാം അറിയുന്നല്ലോ. रेलगाड़ी में यात्रा कर रहा था, तब सामने बैठा वाला उन्होंने चेहरे पर मारपीट दी. ക്രിസ്തുവിന്റെ മാർഗം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ട് അത്രയും അനായാസേന അല്ലെങ്കിൽ രക്തരഹിതമായ ഒരു പ്രവർത്തനത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. और
यीशु मसीह की वचन के मुताबिक जाना पड़ा। उन्होंने भरोसा रखा, इसी कारण में रक्त बहाने की मारपीट वहां पर त्याग की है। സ്വയം താഴ്മപ്പെടുവാനും ത്യജിക്കുവാനും അതെ യേശു നമ്മെ പഠിപ്പിച്ചു. अपने आप को नर्मदा से, धीरज से अपना जीवन गुजारने के लिए मसीह ने हमें सिखाया है। ക്രിസ്തുവിന്റെ പാപമുള്ളവരായിട്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. यीशु मसीह की मनभावनी के आधार पर हम विश्वासियों के रहने के बारे में फिलिपियों की पत्री में हम पाया जाता है। സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. एफेसियों की पत्री में यही लिखा है, और सच्चाई और धार्मिकता हाथ में सिर पकड़ते हुए आगे जाने के लिए सिखाता है। ഒരു പുതുക്കം പ്രാപിച്ച അവസ്ഥയിലെ ഒരു പുതു മനുഷ്യനെ സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അത്രേ തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. परमेश्वर की वचन हमको ऐसा आज्ञा देता है, अपना जिंदगी विश्वास से जीवन सहनशीलता से आगे बढ़ने के लिए सिखाया है। എല്ലാ ദിവസവും പ്രഭാതത്തില് ദൈവവചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ ഒരു സമൂഹം എത്ര നാം ഓരോരുത്തരും. हम एक एक हिंदी देगा तो अपने आप को नर्मदा कर कर और सहनशीलता में जीवन बिताने वाला है ये प्लेटफॉर्म में आते हुए परमेश्वर के लोग। തിരുവചനത്തിലുടനീളം നാം വായിക്കുന്നത് ദൈവത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ അവൻ്റെതായ ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന്. और आजकल दिनों में ये धर्मशास्त्र सिखाया और मसीह की काम काज छोड़कर अपने आप की मनसा में लालसा में जीवन बिताते हुए लोगों का बीच में है मैं और आप। പുതിയ നിയമ വിശ്വാസികളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പഠിപ്പിച്ചത് ക്രിസ്തുവിന്റെ അതേ മനസ്സുള്ളവരായിട്ട് അതേ താഴ്മയുള്ളവരായിട്ട് തന്നെത്താനെ ത്യജിക്കുന്നതായ ഒരു മനോഭാവമുള്ളവരായി നാം ജീവിക്കണം എന്നത്രേ. यीशु मसीह की वचन चेतावनी देता है, यीशु के मन के आधार पर सिखाया हुआ वचन के आधार पर हमारा जीवन आगे बढ़ाने के लिए प्रभु ने सिखाया है। ക്രിസ്തുവിന്റെ അതേ മനോഭാവമുള്ളവരായി നമ്മെ തീർക്കുന്നത് ഈ നാം കേൾക്കുന്നതായ ദൈവ വചനം അത്രേ. मसीह की आग्रह इच्छा उनके मन भावनी के आधार पर जाने के लिए सिखाते हुए एक धर्मशास्त्र प्रभु ने हमारा हाथ में दी है। പ്രഭാതത്തിൽ നാം നിത്യം കേൾക്കുന്നതായ ഈ വചനങ്ങൾ നമ്മെ ഒന്നുകൂടി പുതുക്കുന്നതിനും നമ്മുടെ വഴികളും നമ്മുടെ ചിന്തകളും ദൈവത്തിന് പ്രസാദകരമായി തീർക്കുന്നതിനും സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് വളരെ സഹായകമത്രേ. सुप्रभात में हमारे ओर पहुंचाते हैं वो धर्मशास्त्र वचन, नम्रता की हमारा जीवन सरल होने के लिए प्रभु की वचन हमको सिखाते हैं। യിരെമ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 6-ാം വാക്യം. यिर्मयाह भविष्यवक्ता की पुस्तक 55 अध्याय की 6वें पद. യെശയ്യാവ് 55. यशायाह नबी की पुस्तक 55 अध्याय 6-ാം വാക്യം. 6वें पद. जब तक यहोवा मिल सकता है तब तक उसकी खोज में रहो, जब तक वह निकट है तब तक उसे पुकारो. അവിടെ നാം വായിക്കുന്നത് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. वहां पर यह वचन पाया जाता है, जब तक यहोवा मिल सकता है तब तक उसकी खोज में रहो. ഇത് യഹോവയെ കണ്ടെത്താകുന്ന സമയമത്രേ. ये यहोवा की निकट आने का समय है.
ക്രിസ്തുവിന്റെ അതെ നാം തിരുവചനത്തിൽ വായിക്കുന്ന പോലെ സഭയുടെ റാപ്ചർ ഉൽപ്രാണനത്തിന് മുമ്പ് വരെയും മനുഷ്യരാശിക്ക് യേശുവിന്റെ അടുക്കലേക്ക് യേശുവിനെ കണ്ടെത്തുവാൻ കഴിയും. यहाँ पर पाया जाता है यीशु मसीह की आगमन में हमारा शरीर और आत्मा उठा लिया जाने के पहले हम कैसा होना, कैसा सीखना, कैसा रहना, ये मसीह की चेतावनी है ही है. സഭ ഈ ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെടുന്നതിന് ശേഷം പിന്നെ ഇവിടെ കടുത്തതായിട്ടുള്ളതായ പീഡകള് ഉണ്ടാകും. मसीह की मंडली यहाँ से स्वर्गारोहण करने तक हम पीड़ित है, उसके बाद में दुर्घटना की समय भी है. അതുകൊണ്ട് ഇതാകുന്നു കർത്താവിനെ കണ്ടെത്തുവാനുള്ളതായ സമയം. इसी कारण यही समय है यीशु मसीह को और उसका मिलाने की समय, खोज में रहने का समय. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. यहोवा मिल सकता है तब तक उसकी खोज में रहो. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. जब तक वह निकट है तब तक उसे पुकारो. ദൈവത്തെ അന്വേഷിക്കുന്നതായ അനവധി പലതരത്തില് ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഈ ഭൂമുഖത്ത് നമുക്ക് കാണുവാൻ കഴിയും. दुनिया में हम देखते हैं कई प्रकार की ईश्वर को मिलने के लिए खोजने वाले दुनिया में है. വചനം നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തെ അന്വേഷിക്കുവാനത്രേ. मसीह के वचन में यही सिखाते हैं, संपूर्ण हृदय से मसीह को ढूंढो. പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ചു കൊടുത്തവരാണോ? संपूर्ण रीति पर मसीह के हाथों में सौंपा हुआ लोग है नहीं है. പലരും ദൈവത്തെക്കുറിച്ച് സാങ്കല്പികമായിട്ടുള്ളതായ ചില പിന്നെ ധാരണകൾ അത്രേ ഉള്ളത്. और मामूली लोग, दुनिया के दुनियादारी लोग मसीह के बारे में देखते हैं और चिन्ह दिखाकर. ശമരിയാസ്ത്രീയോട് യേശു പറഞ്ഞതുപോലെ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. शमरिया स्त्री की और मसीह ने जो कहा, किसको ढूंढ रहा है, किसको प्रार्थना करते हैं. നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് ശമരിയാസ്ത്രീയോട് യേശു പറഞ്ഞു. शमरिया स्त्री की और मसीह ने कहा, तेरी आराधना सच्चाई है, जिनको ढूंढ रहा है. ലോകത്തിലെ ജനവിഭാഗങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലരും അവരുടേതായ അർത്ഥമില്ലാത്തതായ പ്രയോജനമില്ലാത്തതായ സാങ്കല്പികമായിട്ടുള്ളതായ കാര്യങ്ങളിൽ ആശ്രയിക്കുകയും അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു. दुनिया में हम देखते हैं अपनी हाथ की मिलावट चीजों वस्तुओं में उन्होंने अज्ञानित होकर प्रार्थना दुआ करते हैं. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനത്രേ. मसीह के वचन में सिखाते हैं आत्मा और सच्चाई में आराधना करो. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടേതായ വഴികളും ചിന്തകളെയും നാം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. मसीह की ओर आते हैं, अपना स्वयं कल्पनाओं और चिंताओं विचारों दूर करना चाहिए. അപ്പൊ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നത് തന്റെ വഴിയെയും ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. और मसीह की वचन यही दिया है, दुष्ट अपने चाल चलन और अनर्थकारी अपने सोच विचार छोड़कर यहोवा ही की ओर फिरे. ഇവിടെ ദൈവത്തിന്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെ ദൈവത്തെ കണ്ടെത്താമെന്നത്രേ. यशायाह नबी की पुस्तक 55 अध्याय है 7वां पद में यही वचन है, कैसा यहोवा को ढूंढे. നമ്മുടെ വഴികളെയും സ്വന്തമായിട്ടുള്ള വഴികളെയും ചിന്തകളെയും ഉപേക്ഷിച്ചിട്ട് കർത്താവിങ്കലേക്ക് തിരിയുക. दुष्ट अपने चाल चलन और अनर्थकारी
अपने सोच विचार छोड़कर यहोवा की ओर फिरे। അതെ, മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവനത്രേ ദൈവത്തെ കണ്ടെത്തുന്നത്. मन फिरावट होकर मसीह की ओर घूमने वाले और मसीह की संतान बन जाते हैं। നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും. हमारा पाप को क्षमा देता है। എന്നിട്ട് കർത്താവ് ഇവിടെ പറയുന്നത്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. वह उस पर दया करेगा, वह हमारा परमेश्वर की ओर फिरे और वह पूरी रीति से उसको क्षमा करेगा। അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവൻ പാപത്തെ ഉപേക്ഷിക്കണം, തന്റെ വഴികളെ ഉപേക്ഷിക്കണം, തന്റെ വിചാരങ്ങളെയും മാറ്റുവാൻ തയ്യാറാവണം. मसीह को अपनाना चाहता है तो हमारा पुराने की सारी बात, बुरी चिंता, बुरी आलोचनाओं में से बचाए। വചനത്തിൽ നാം വായിക്കുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ മനുഷ്യന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. आकाश और पृथ्वी का अंदर है, ऐसे नहीं मनुष्यों के विचार है, नहीं यहोवा की विचार। ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം അകലമുണ്ടോ അത്രമാത്രം അകലത്തിലെത്ര മനുഷ്യന്റെ വഴികളും മനുഷ്യന്റെ ചിന്തകളും ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നത്. आकाश और पृथ्वी का अंदर कितने दूर है, इतने है मनुष्य के विचार और ईश्वर के विचार। നാം അനുതാപത്തോടുകൂടി നമ്മുടെ വഴികളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വഴികളെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. 9वां पद में लिखा है, क्योंकि मेरी और हमारी गति में और मेरी और तुम्हारे सोच विचार में। അതെ, അനീതി പ്രവർത്തിക്കുന്നവൻ അവൻ ദുഷ്ടനെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. और दोष काम किया करने वाले कुकर्मियों है। നമ്മുടെ ജീവിതത്തിലെ മാറ്റം വരുത്തണമെങ്കിൽ നാം ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ സകല കാര്യങ്ങളെയും ദൈവം നിയന്ത്രിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യും. अपने आप की जिंदगी मनभावनी मसीह की ओर रखेगा तो हमारा जीवन में बहुत फेर फर्क दिया जाता है। നമ്മുടെ സ്വന്തമായ വിചാരങ്ങൾ, സ്വാർത്ഥമായ വിചാരങ്ങൾ, ചിന്തകളൊക്കെയും നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടിയും മറ്റ് ദൈവികമായ ചിന്തകൾ നൽകും. अपने आप को मसीह की ओर सौंप दिया जाएगा तो वो ही हमारा चाल चलन को देखते हुए आशीर्वाद दिया देता है। മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവൻ പ്രവർത്തിക്കുന്നത്. मनुष्यों की कल्पना, सोच विचार क्या है, वो काम में लाते हैं। അപ്പോ ദൈവത്തിന്റെ ചിന്തകളും വഴികളും മറ്റൊന്നാണ്, മനുഷ്യന്റെ ചിന്തകൾ വളരെ വ്യത്യസ്തമായിരിക്കും. मसीह का सोच विचार हमारे ऊपर है, मनुष्य की सोच विचार अलग है, इसलिए हमें दो भाग करता है। 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 8वां पद में लिखा, क्योंकि यहोवा कहता है, मेरा विचार और तुम्हारा विचार एक समान नहीं है। നമ്മുടെ മുമ്പിലുള്ളതായ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതത്രേ, നമ്മുടെ വിചാരങ്ങളും വഴികളും ദൈവത്തിന്റെ വിചാരങ്ങളിൽ നിന്നും വഴികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്നു. हमारा चिंता कल्पना, हमारा सोच विचार और मसीह की हमारे और की सोच विचार पैर भर के अलग है। നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. हमारा सोच विचार नहीं है यहोवा की सोच विचार। നിങ്ങൾ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വഴികളും വ്യത്യസ്തമായിരിക്കുന്നു. क्योंकि यहोवा कहता है, मेरा विचार और तुम्हारे विचार एक समानता नहीं है।
എൻ്റെ വായിൽ നിന്നും വരുന്നതായ വചനങ്ങൾ ആം, അത് വെറുതെ ആകത്തില്ല, അത് ചെയ്യേണ്ട കാര്യം നിർവഹിക്കും എന്ന് തിരുവചനത്തെ നാം വായിക്കുന്നു. ना तुम्हारी गति और मेरी गति एक सी है. ആം, ആ, അപ്പൊ ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ये वचन हमारा हृदय में काम करते हैं. ആ, അപ്പൊ എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ വചനം അത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. कैसा ये वचन हमारा गति अलग करते हैं जो बारे में हमारे में पाया जाता है. 10ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. 10ാം पद में यह वचन दिया, जिस प्रकार से वर्ष और हिम आकाश से गिरते हैं और वहां यो ही लौट नहीं जाते, वरनो भूमि पर पड़कर उपजाते हैं, जिससे बोने वाले को बीज और खाने वालों को रोटी मिलते हैं. ദൈവത്തിന്റെ വചനം സത്യമാണ്. परमेश्वर की वचन सच्चाई है. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. हम परमेश्वर की वचन हमारा हृदय को बदल डालते हैं. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ചിന്തകളെയും ഭാവങ്ങളെയും നിയന്ത്രിക്കുന്നതിന് ദൈവത്തിന്റെ വചനത്തിന് കഴിയും. हमारा मन भावनी हमारा स्वयं जीवन की रक्षा के लिए बनाते हैं, लेकिन वो परमेश्वर की वचन हमारा चिंता फेर भर के अलग है. കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അത് ഭൂമിയിൽ മഞ്ഞും മഴയും എല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് കിളിർത്ത് വരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നതായ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അത് അവിടെ ജെർമിനേറ്റ് ചെയ്തിട്ട് അത് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും, ഫലമുണ്ടാക്കുന്നതിന് കഴിയും. किसाने बीज बोने के लिए जाते हैं, जो बीज अच्छे तराई पर गिरते हैं, भूमि पर गिरते हैं, निर्धारित समय पर पानी मिलता है, मौसम अच्छा होवे तो അനുഗ്രഹിത ഫല लाते हैं. വചനം പറയുന്നത് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ എന്ന്. परमेश्वर की वचन यही सिखाते हैं. परमेश्वर की वचन बुराई के लिए नहीं, भलाई के लिए होता है. ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുന്നവന് സ്വീകരിക്കുന്നതിന് അവന്റെ ജീവിതത്തില് സമൃദ്ധി ഉണ്ടാകും. परमेश्वर की वचन अपनाने वाले, ग्रहण करने वाले संकोच नहीं रहते हैं और विस्तार में आते हैं. രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ വചനം സ്വീകരിക്കുമ്പോൾ, കൈക്കൊള്ളുമ്പോൾ അവന്റെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സൗഖ്യമുണ്ടാകും. बीमार हाल में रहते हैं, यीशु मसीह को अपनाया, ग्रहण किया, प्रार्थना किया, उनका जीवन में फेर फर्क पड़ते हैं. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു പരാജയമല്ല, അവനൊരു ജയാളിയാണ് എന്ന് വചനം പറയുന്നു. यीशु मसीह में विश्वास करने वाले हरे हुए व्यक्ति नहीं, जीते हुए व्यक्ति है. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവത്തിന്റെ ചിന്തകളിൽ നിന്നും വഴികളിൽ നിന്നും വ്യത്യസ്തമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയില്ല. परमेश्वर की वचन रहित रहने वाले को यही चेतावनी है, मसीह में से कुछ प्राप्त नहीं हो सकता है. അപ്പോൾ ഈ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വഴികൾ നടക്കുവാൻ നാം സന്നദ്ധത പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് ദൈവത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നം അത്രേ. परमेश्वर ने वचन दिया, वो वचन के आधार पर हमारा यात्रा नहीं होवे और उनका वचन अपनाता नहीं है और हमारा जिंदगी में कुछ घटी और दुख होवे तो परमेश्वर की इच्छा के आधार पर नहीं, हमारा इच्छा के आधार पर
यही काम होते हैं। നാം സുഖമായിരിക്കുക എന്നുള്ളത് അത്രേ, നാം സുഖമായിരിക്കുക, ശുഭമായിരിക്കുക, ഇതത്രേ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. और मसीह की आग्रह हम शुभ यात्रा मिले, हमारा मसीह में अच्छी रीति पर जीवन बिताए, यही है यहोवा की चेतावनी। ദൈവത്തിന്റെ വചനം എല്ലാ വ്യക്തികളിലും, സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കും. मसीह के वचन हर एक व्यक्तियों में प्रवेश कर कर उनका आधार पर कार्य काम हो रहा है। ചിലര് ദാരിദ്ര്യത്തിലും അതുപോലെ രോഗത്തിലും ആയിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്നതിന് പകരം അവരുടെ വഴികളെ, ചിന്തകളെയും മാറ്റി ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി മാറുന്നതിന് പകരം ഇതെല്ലാം എനിക്ക് ദൈവം തരുന്നതായ ശോധനകളാണ്, എന്നെ ഒന്നുകൂടി വിനയപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ ഇങ്ങനെയൊക്കെ ഇതിലൂടെ, കഷ്ടങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടത്തിവിടുന്നു എന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട്. औरों ने बीमार की हाल में होते हैं, दुख कष्ट वेदना सहज लेते हैं, तब अपना मनभावनी चिंता कल्पना और मसीह की विचार पर नहीं, अपने विचार पर चल रहा है। അതെ, ഞാൻ ദരിദ്രനായിരിക്കുന്നത് കൊണ്ട് എനിക്ക് കർത്താവിനെ അധികം താല്പര്യത്തോടുകൂടി ശുശ്രൂഷിക്കാൻ കഴിയുമെന്ന് ചിലർ വിചാരിക്കുന്നു. औरों ने ऐसा कल्पना करते हैं, मैं कंगाल में और दरिद्र अवस्था में जाते हैं और मसीह को सेवकाई में आगे कैसा बढ़ू, आगे कैसा लगे। അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ വികലമായ ചിന്തകൾ വെച്ച് നടത്തുന്നതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതായ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. अपने कल्पनाओं लंघने की न्यायी चिंता होता है, इसी कारण में मसीह में से कुछ प्राप्त करने के लिए उन्हें हो नहीं सकता है। സദൃശവാക്യങ്ങൾ നാം വായിക്കുന്നത്, നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. नीति वचन में देते हैं, धार्मियों की जीवन सुख सुखी है, अधर्मियों की जीवन अकाल और कंगाल है। നീതിമാന്റെ ചിന്തകൾ ശരിയായിട്ടുള്ളതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. और धार्मियों की कल्पना चिंता वो सही है, റൈച്ചസ് മാൻ ഈസ് റൈറ്റ് ഇൻ ഹിസ് തോട്ട്സ്. और उनका ज्योतिर्मय होने की बदले ज्योति नहीं मिलते हैं। അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ റീസെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. हमारे चिंता कल्पनाओं और एक पुनरुत्थान रीति पर लाना चाहिए। നാം പല പ്രതികൂലങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുന്ന ദൈവത്തിന്റെ വചനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, അത് നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട് അത്രേ. हमारा जीवन में, जिंदगी में कुछ ना कुछ गड़बड़ होता है, कष्ट दुख आते हैं, ये मसीह की वचन के आधार पर नहीं, अपना जिंदगी की चाल चलन पर वो काम होता है। വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അത് ഒരു പുതുക്കം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിൽ ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. हमारा जिंदगी की सोच विचार में मसीह की नींव डालते हुए चाल चलन आगे बढ़ना आवश्यकता है। നമ്മുടെ മനസ്സിനെ രൂപാന്തരം വരുത്തുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ നാം തയ്യാറാകാത്തതത്രേ നമ്മുടെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം. हमारा सोच विचार वचन में नींव नहीं डालता है तो और विविध प्रकार की, नाना प्रकार की परीक्षा में गिरते हैं, तब उद्धार नहीं होते हैं। നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം അത് രാപ്പകൽ ധ്യാനിക്കുവാനാണ്. मसीह की आग्रह, मसीह की वचन दिन रात्र और प्रार्थना में लवलीन रहने के लिए। അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നാം തെറ്റായ രീതിയിലൂടെ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. वो आधार पर नहीं जाते हैं, इसलिए कई प्रकार की शोक में, कष्ट में, संकट में जाना पड़ता है। ഇരമ്യാവിന്റെ പ്രവചനം 29 അധ്യായം 11 വാക്യം. यिर्मयाह भविष्यवक्ता 29वां अध्याय 11वां पद.
നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ആ വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. 11, 12, 29. 19वां अध्याय 11 और 12 पद में, क्योंकि यहोवा की यह वाणी है कि जो कल्पनाएं मैं तुम्हारे विषय कहता हूं और मैं जानता हूं वे हानि की नहीं वरन कुशल ही की है और अंत में तुम्हारी आशा पूरी करूंगा. അപ്പൊ ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അത് നമുക്ക് ഉയർച്ച തരുന്നത്ര, നമുക്ക് സമാധാനം കൊണ്ടുവരുന്നത്ര. परमेश्वर के वचन आज्ञाकारी हम स्वीकार करते हैं. जो कल्पनाएं मेरे तुम्हारे विषय करता हूं उन्हें मैं जानता हूं वे हानि की नहीं परन कुशल की है. നശിപ്പിക്കുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഒരു ആത്മഭാരം ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെതായ യേശു നമ്മെ പഠിപ്പിച്ചതുപോലെ ഭൂലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷത്തിന്റെ വെളിച്ചവുമായി കടന്നു ചെല്ലുവാൻ പറഞ്ഞതിന് അത് നമ്മൾ ധിക്കരിക്കാറുണ്ട്. परमेश्वर के वचन दुनिया की भूमि के कोने कोने तक पहुंचाने के लिए और पाप की गिरावट में गिरे हुए लोगों को यीशु मसीह में लाकर और मसीह में वो लोग आने के लिए प्रयत्न किया करने के स्थान में वो बात हम तुच्छ जानते हैं. യെശയ്യാവിന്റെ പ്രവചനം 55:12 മടങ്ങി വരാം. यशायाह नबी की पुस्तक 55 अध्याय 12वां पद में हम वापस आए. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ചലിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും. यशायाह नबी की पुस्तक 55 अध्याय 12वां पद में, क्योंकि तुम आनंद के साथ निकलोगे और शांति के साथ पहुंचाए जाएंगे. तुम्हारे आगे आगे पहाड़ और पहाड़ियों गला खोलकर जय जयकार करेगी और मैदान के सब वृक्ष आनंद के मारे ताली बजाएंगे. ഇസ്രായേൽ ജനങ്ങൾ യേശുവിന്റെ വചനം സ്വീകരിക്കുമ്പോൾ അവർ ദേശത്തിന്റെ, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറപ്പെട്ടിരിക്കുന്നതായ ഇസ്രായേൽ ജനങ്ങൾക്ക് മടങ്ങി വരുന്നുള്ളതായ അവസരം ദൈവം ഉണ്ടാക്കും. आजकल इसराइलियों ने भूमि के कोने कोण तक चकनाचूर हो गया, लेकिन मसीह की वचन के आधार पर एक जगह पर उनको इकट्ठा करेंगे. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് ഇസ്രായേൽ ജനങ്ങളെ മടക്കി വരുത്തും എന്നുള്ളത്. परमेश्वर की चेतावनी वचन है इसराइलियों को प्रतिज्ञा के देश में लौट आने के लिए. സമാധാനമുള്ളവരായിരിക്കും, സമാധാനത്തോടെ മടങ്ങി വരും. शांति के साथ वापस आएगा. അവരുടെ മുമ്പിലുള്ള മലകളും കുന്നുകളും അത് അവരുടെ മുമ്പിൽ പൊട്ടി ആർക്കും. और उनका पहाड़ों और पहाड़ियों गला खोलकर जय जयकार करूंगी. ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് എതിരിടേണ്ടി വരുന്നതായ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മല പോലുള്ള പ്രശ്നങ്ങളെയും തകർക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിൽ അവൻ വിശ്വസിക്കുന്നത് കൊണ്ട് സാധ്യമായി തീരും. विश्वास में आए हुए लोगों जो वेदना कष्ट सहने के समय पहाड़ियों आनंद मगन होते हैं, इससे नहीं मसीह में विश्वासियों आनंद मगना चाहिए. 1 കൊരിന്ത്യർ 2:16. पहले कोरिन्थियों की पत्री दूसरा अध्याय 16वां पद.
കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. मसीह की वचन सुनकर अपना जीवन बदलने वाले धन्य है। കർത്താവിന്റെ മനസ്സ് ആർക്കറിയാം? അതാണ് ചോദ്യം. मसीह की मनभावना किसको जानता है? ആർക്കും അറിയില്ല. किसी को नहीं मालूम। എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവന് അത് അറിയാൻ കഴിയും. मसीह की मन जिन व्यक्ति पर है उनको जानकारी है। ഇപ്പൊ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളതായ ആലോചനകളൊക്കെയും ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പകർന്നതിന് ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ട്. मसीह की आत्मा हमारे में है, इसी कारण में मसीह ने हमारे और बातचीत करते हैं, हमारे रखवाली करते हैं। കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുകയും അവന്റെ രക്തം ചിന്തി നമുക്ക് രക്ഷ നൽകുകയും ചെയ്തു. यीशु मसीह ने हमारे उद्धार के लिए, पाप और अपराध से हमें बचाने के लिए कालवरी क्रूस पर उनको रक्त बहाया है। ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് വെളിപ്പെട്ട് വരും. पुनरुत्थान हो गया मसीह, इसी कारण में हमारा जिंदगी को चेतावनी देता है और रखवाली करते हैं। അങ്ങനെയുള്ളതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വഴികളും അവന് മനസ്സിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. इसी कारण में मसीह की चाल चलन इच्छा हम जाने हमारे में वास करते हैं, हमें चलाता है। ദൈവവചനം ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയ നിയമം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തകളും തമ്മിൽ അത് യോജിച്ചു വരുന്നതായിട്ട് കാണാം. നമ്മുടെ വഴികളും ദൈവത്തിന്റെ വഴികളും ഒന്നായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर के वचन के आधार पर जिंदगी बिताना हम चाहता है तो यहोवा की रास्ता हमारा रास्ता दोनों एक सा बन जाता है। അതുകൊണ്ട് ക്രൂശിലൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. इसी कारण में कालवरी क्रूस के द्वारा मसीह में लौट आए। യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. याकूब की पत्री 4 अध्याय है, उसमें 8वां पद में यही लिखता है, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. याकूब की पत्री में ആ വാക്യം ഒന്നോടൊന്ന് പറഞ്ഞേ. 4-ാം അധ്യായം 8-ാം വാക്യം. याकूब की पत्री 4 अध्याय 8वां पद में लिखा, परमेश्वर के निकट आओ तो वह भी तुम्हारे निकट आएगा। हे पापियों, अपने हाथ शुद्ध करो, और हे दुश्चिंता लोगों, अपने हृदय को पवित्र करो। दुखी हो और शोक करो और रो, तुम्हारा हास्य शोक में और तुम्हारा आनंद उदासी में बदल जाओ। प्रभु के सामने दीन बनो तो वह तुम्हारे शिरोमणि बनाएगा. പിന്നെയും 2 കൊരിന്ത്യർ 9:10, 9-10, സോറി 2 കൊരിന്ത്യർ 9:10. वो 9वां अध्याय 10वां पद में, अंध जो बोने वालों को बीज और भोजन के लिए रोटी देता है, वह तुम्हें बीज देगा और उसे फलवंत करेगा और तुम्हारे धर्म के फलों को बढ़ाएगा. ഈ ദൈവം നമുക്ക് വിതയ്ക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന വിത്തും ഭക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണവും നൽകുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. वहां पर लिखा है मसीह ने हमें बोने के लिए और बीज और खाने के लिए उपज और मसीह हमें देता है, ये वचन दिया है.
വചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടേതായ ആശ്രയത്തെ നമ്മിൽ തന്നെയുള്ളതായ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. हम मसीह में है, हमारे भरोसा संपूर्ण रीति पर अपने आप उठाना नहीं, मसीह के कंधे पर डाले, मसीह हमें संभाल कर रखेंगे. നമ്മൾ ചിന്തിക്കുന്നതിൽ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. കാരണം നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളത് കൊണ്ട്. मसीह हमारे में है, उनके मन हमारा साथ है, इसी कारण में हम सोच विचार करते हैं अधिक से अधिक. അതെ, ഈ കർത്താവിന്റെ മനസ്സുള്ളതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ ഒന്നും അസാധ്യമായിട്ടില്ല. मसीह की मनभावनी हमारे में है तो असंभव का एक बात नहीं, सारे बात संभव होने वाले हैं. നമ്മൾ ചിന്തിക്കുന്നതിൽ അത്യന്തപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും. हम चिंता करते हैं, कल्पना करते हैं, उससे भी अधिक हमारा मसीह हमारे में उपयोग कर कर हाथ में इस्तेमाल करते हैं. നമ്മൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു പുതിയ മനോഭാവം. हमें आवश्यकता है नए सिरे से जन्म पाने की बात. യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിലെ യോശുവ കൽപ്പിച്ചതുപോലെ സൂര്യൻ അവിടെ നിന്നു. युद्ध किया करते हैं शत्रुओं की बदले. നമ്മുടെ മുമ്പിലുള്ളതായ सूर्य तू खड़ा हो कहा, वहां पर खड़ा हो गया. നമ്മുടെ മുമ്പിലുള്ളതായ മലയോട് നമുക്ക് പറയുവാൻ കഴിയണം, यह हमारा आगे पहाड़ियों है, कह सकना चाहिए. നമ്മുടെ ഉള്ളിലുള്ളതായ ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. हमारे मसीह हमारे हाथ में दिया हुआ वचन हमारे में उपयोग करेगा, काम करेगा. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ചില പാപങ്ങളിൽ നിന്നും ചില സ്വഭാവങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന്. शायद हो आप कह सकते हैं कुछ पाप अपराधों में से बाहर आने के लिए हमें हो नहीं सकता है. എന്നാൽ ഇതുപോലുള്ള യോഗങ്ങൾ സംബന്ധിക്കുമ്പോൾ നിരന്തരം വചനം കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് നിരന്തരം രൂപാന്തരം ഉണ്ടാകും. हम परमेश्वर की वचन दिनम प्रति सुनते हैं, इसी कारण में पाप अपराधों में से हमको छुटकारा देता है. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. परमेश्वर की वचन हमारा अंधकरण में काम करते रहते हैं. നമ്മുടെ ദർശനം നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകട്ടെ. हमारा दर्शन हम देखते हैं जो थोड़ा खुले खुले रीति पर होना चाहिए. നമ്മുടെ പരിസ്ഥിതികൾക്ക് അപ്പുറമായിട്ട് അതിനപ്പുറമായിട്ടുള്ളതായ കാഴ്ചകൾ, അതെ, ദൈവത്തിൻ്റെതായ ഒരു എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. मसीह हमारे ओर करने के लिए योजना हम हमारे आंख से देखते हुए आगे दौड़ना चाहिए. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु मसीह हमें आशीर्वाद दे. आमेन.